നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മുംബൈ സിറ്റി എഫ് സിക്കെതിരെ 2-1 പരാജയം. പിന്നാലെ എഫ് സി ഗോവയ്ക്കെതിരെ 4-1 വമ്പൻ തോൽവി. ഇൻവെസ്റ്റ്മെൻറ്റുകൾ എത്ര നടത്തിയിട്ടും കാര്യങ്ങളുടെ പോക്ക് അത്ര സുഖകരമല്ല എന്ന് വന്നതോടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പരിശീലകൻ ഇവാൻ ഫെറാൻഡോയ്ക്കെതിരെ ശബ്ദങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ബ്രേക്കിന് പിരിയും മുന്നേയുള്ള തങ്ങളുടെ അവസാന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുമ്പോൾ വിജയത്തോടെ മടങ്ങാനായില്ല എങ്കിൽ ബ്രേക്ക് കഴിഞ്ഞു വരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ പല പുതുമുഖങ്ങളും കാണാനാവും എന്നതുറപ്പ്. മുഖം നിലനിർത്താൻ കൈമൈ മറന്ന് പോരടിക്കാൻ കളത്തിലിറങ്ങാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തയ്യാറെങ്കിൽ നേരിടേണ്ടത് മധ്യനിരയിലെ മജീഷ്യൻ അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിലും വമ്പന്മാരായ മുംബൈ സിറ്റി എഫ് സിക്ക് സീസണിലെ ആദ്യ തോൽവി സമ്മാനിച്ച് തുടർച്ചയായ 2 വിജയങ്ങൾ നേടിയെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ആവുമ്പോൾ പോരാട്ടം കടുക്കും എന്നതുറപ്പ്. വമ്പന്മാരുണ്ടേലും ഇല്ലേലും ഉള്ള വിഭവങ്ങൾ വെച്ച് എതിരാളികൾക്ക് എന്നും കയ്പ് സമ്മാനിക്കാൻ കഴിയുന്ന ഇവാൻ വുക്കമനോവിച്ച് എന്ന തന്ത്രശാലിക്ക് കീഴിലെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കീഴടക്കാൻ തൻ്റെ ആവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും പ്രയോഗിക്കേണ്ടി വരും ഇവാൻ ഫെറാൻഡോ എന്ന പരിശീലകന്. അടിക്കടി പേരുമാറ്റം ശീലമാക്കിയ മോഹൻ ബഗാൻ സംഘത്തിനെതിരെ മികച്ച റെക്കോർഡല്ല കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളതെങ്കിലും കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയെ തകർത്ത ആത്മവിശ്വാസത്തിലെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ കീഴടക്കുക എളുപ്പമാവില്ല എന്നതുറപ്പ്. 6 കളികളിൽ 5 വിജയം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനൊപ്പവും 1 സമനിലയുമാണ് കണക്കിലെ കളികളെങ്കിൽ ആ ചരിത്രം തിരുത്തിയേറി എഴുതാൻ തന്നെയാവും മഞ്ഞപ്പടയുടെ ഇന്നത്തെ വരവ് എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ.